നമസ്കാരം, ഞാൻ ഡോക്ടർ നെല്ലിൽ. പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനി രത്ന കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിലവിലുള്ള 25 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. വർക്ക്മെൻ കാറ്റഗറിയിലുള്ളതാണ് ഈ പോസ്റ്റുകളെന്ന് മനസ്സിലാക്കുക. അതിലേക്ക് ഫയർമാൻ ഉണ്ട്, അതേപോലെ സെമി സ്കിൽഡ് റിഗർ, കുക്ക് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഫയർമാൻമാരുടെ 15 ഒഴിവുകളാണുള്ളത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കും കൂടെ ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിന് കീഴിലുള്ള ഒരു മിനി രത്ന കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. അപ്പോൾ കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം. എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് ഫയർമാൻ എന്നുള്ള പോസ്റ്റാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കും. ഫയർ ഫൈറ്റിംഗ്, അത് സ്റ്റേറ്റ് ഫയർ ഫോഴ്സിൽ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങോ ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് ലഭിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരുന്നാൽ മതി. ഏതെങ്കിലും പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ആംഡ് ഫോഴ്സിലോ 1 വർഷത്തെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ ഫയർ ഫൈറ്റിംഗ് കോഴ്സ് ആംഡ് ഫോഴ്സിലെ കഴിഞ്ഞിരിക്കുന്നവരായിരിക്കണം. അവർക്കും ഈ 1 വർഷത്തെ പരിചയം ഉണ്ടായിരുന്നാൽ മതിയാവും. എന്നാൽ അടുത്ത ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഫയർ വാച്ച് അല്ലെങ്കിൽ പെട്രോൾ, അത് സ്റ്റേറ്റ് ഫയർ ഫൈറ്റിംഗ് ഫോഴ്സിലുള്ള അതിലുള്ള ട്രെയിനിങ്, ഫയർ വാച്ചിലോ അല്ലെങ്കിൽ പെട്രോളിലോ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അവർക്ക് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിലേ അപേക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. മലയാളം അറിഞ്ഞിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. മൂന്നാമത് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് സെന്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷൻ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോസ്റ്റ് സെമി സ്കിൽഡ് റിഗർ, 9 പോസ്റ്റ് ആണുള്ളത്. അതിനൊക്കെ 4ാം ക്ലാസ് പാസ്സായാൽ മതിയാവും. അതുപോലെ 5 വർഷം പ്രവൃത്തി പരിചയം, റഗ്ഗിങ്ങിലുള്ള ഹെവി ഡ്യൂട്ടി മെഷീൻ പാർട്സിലൊക്കെ അസിസ്റ്റ് ചെയ്യാനുള്ള 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ സ്പ്ലൈസിംഗ് വർക്ക്, വയർ റോപ്സ് ഒക്കെ നല്ല സ്പ്ലൈസിംഗ് വർക്ക് അറിയാവുന്നവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കുക്കിന്റെ പോസ്റ്റാണ്. കുക്കിന്റെ പോസ്റ്റിലേക്കും 7ാം ക്ലാസ് പാസ്സായിരിക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. മിനിമം 5 വർഷത്തേലും പ്രവൃത്തി പരിചയം കുക്കായിട്ട് ഉണ്ടായിരിക്കണം. ഓറിയന്റലോ കോണ്ടിനെന്റലോ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, ചൈനീസ് എക്സെട്രാ ഒരു ഗവൺമെന്റിലോ ഒരു പ്രൈവറ്റ് സെക്ടറിലോ ഒരു 3 സ്റ്റാർ ഹോട്ടലിലോ എങ്കിലും ജോലി ചെയ്ത പരിചയം ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിലേക്ക് 2025 മെയ് 28 മുതൽ ജൂൺ 20 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഫയർമാൻമാരുടെ 15 ഒഴിവുകൾ, സെമി സ്കിൽഡ് റിഗർ 9 ഒഴിവുകളും കുക്കിന്റെ 1 ഒഴിവുമാണുള്ളത്. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 21,300 മുതൽ 69,840 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം 38,407 രൂപയായിരിക്കും ലഭിക്കുക എന്ന കാര്യം കൂടി ഓർക്കുക. അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും പെൻഷൻ സ്കീമും കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അഡീഷണൽ ഉണ്ടായിരിക്കും. പ്രായപരിധി ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. 2000 ക്ലോസിംഗ് ഡേറ്റ് 20 ജൂൺ 2025 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്നാൽ OBC നോൺ ക്രിമിനൽ 3 വർഷവും, SC SC-കാരാണെങ്കിൽ 5 വർഷവും, അങ്ങനെയുള്ളവർക്ക് ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും. സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് 1, ഫേസ് 2 രണ്ട് ഇതുണ്ട്. ഫേസ് 1 ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും. ഫേസ് 2 പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷമായിരിക്കും നിയമനം മനസ്സിലാക്കുക. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 30 മാർക്കിനും പ്രാക്ടിക്കൽ ടെസ്റ്റ് 70 മാർക്ക്, അങ്ങനെ 100 മാർക്കിലായിരിക്കും ആകെ പരീക്ഷ ഉണ്ടായിരിക്കുക. അതിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്ന കാര്യം കൂടി ഓർക്കുക. റിസർവേഷൻ ഒക്കെ പാലിച്ചായിരിക്കും നിയമനം നടത്തുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ഒക്കെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ളതായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്പീരിയൻസും അതേപോലെ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫീസ് ഉണ്ട്. 400 രൂപയാണ് അപേക്ഷാ ഫീസ്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കാൻ പറ്റും. എന്നാൽ SC SC-കാരായിട്ടുള്ളവർക്കും അപേക്ഷാ ഫീസ് വേണ്ട. ബാക്കി എല്ലാവരും 400 രൂപ അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഇന്റർനെറ്റ് ബാങ്ക് വഴിയോ UPI ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നതായിട്ട് നമുക്ക് നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് വെബ്സൈറ്റ് ആയ www.cochinshipyard.in എന്ന സൈറ്റിൽ പോവുക. കരിയർ പേജ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് CSL കരിയർ പേജ് എടുക്കും. അതിൽ നിങ്ങൾ ഒരു 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ശേഷം ഒരു സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അത് അതിനൊരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അതുകൂടെ സിസ്റ്റം ആയിരിക്കും. അത് റെഫറൻസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി എടുത്ത് സൂക്ഷിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട.
വിഷയം എടുത്ത് കയ്യിൽ വെച്ചാൽ മതി. താല്പര്യമുള്ളവർക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ 2025 ജൂൺ 20 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. സംശയം ഉണ്ടെങ്കിൽ ഇമെയിൽ വഴി ക്ലിയർ ചെയ്യാൻ പറ്റും. career@cochinshipyard.in എന്ന ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്ര നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാക്കാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.